മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും എഴുത്തുകാരിയുമായ ശ്രീമതി പ്രമീള ദേവിയുടെയും ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ദീദി ദാമോദരനും ലക്ഷ്മിക്കുട്ടിയും കൂടി ചേർന്ന് രചിച്ച ഒരു പുസ്തകമാണത്. ദീദി ദാമോദരൻ കൃത്യമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് അത് രചിച്ചതെന്ന് പറയുന്നു. അവരുടെ കയ്യിൽ പ്രമീളാദേവിയുടെ ഡയറി കുറിപ്പുകളും പ്രമീളാദേവി അവർക്കയച്ച കത്തുകളും ഒക്കെ ഉണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് അവർ ആ പുസ്തകം രചിച്ചതെന്ന് പറയുന്നു. ഈ ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന് പറയുന്നത്, ആറാം വിരൽ സിഗ്നിഫൈ ചെയ്യുന്നത് സർഗാത്മകതയാണ്. ഈ പ്രമീളാദേവി ഒരു സർഗപ്രതിഭ തന്നെയായിരുന്നു. അവരുടെ സർഗാത്മകത എം ടി എന്ന മഹാമേരുവിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ സൂര്യൻ്റെ രശ്മികൾ പതിഞ്ഞ് കരിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എം ടി എന്ന മഹാമേരുവിൻ്റെ സാന്നിധ്യത്തിൽ അത് ശ്വാസം കിട്ടാതെ നിലച്ചുപോയി എന്നാണ് പറയുന്നത്. അതിനെ ആധാരമാക്കിയിട്ടുള്ള അതിനോട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ അവർ പുറത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ അതൊരു ഭാവനയൊന്നുമല്ല, അല്ലെങ്കിൽ ആരെയും കരിവാരി തേക്കാനായിട്ട് എഴുതിയതുമല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അതിനെതിരെ ഇപ്പോൾ മക്കൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എം ടി എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. അത് എം ടി ജീവിച്ചിരിക്കുമ്പോഴും ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അഭിമുഖത്തിൽ എം ടി തന്നെ ഈ പ്രമീളാദേവിയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും വേർപിരിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഹൃതം എന്ന സിനിമയിൽ ആത്മാംശമുണ്ട്. വേറെയും ഒരു സിനിമയുണ്ട്, അതിലും എം ടിയുടെ ആത്മാംശം, അക്ഷരങ്ങൾ എന്ന സിനിമയിലും ആത്മാംശമുണ്ടായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ എം ടിയുടെ ആത്മാംശമുള്ള തിരക്കഥയാണ് എന്ന് എല്ലാവരും അന്ന് പറയുകയുണ്ടായി. അന്നും പ്രമീളാദേവിയൊക്കെ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ എം ടി അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല, നിശബ്ദനായിരിക്കുക തന്നെയായിരുന്നു. മരിച്ച എം ടിയുടെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ 2 സ്ത്രീകളാണ് ഇപ്പോൾ ഈ പ്രമീളാദേവിയുടെ സർഗജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വെളിച്ചം കാണാതെ പോയ സർഗജീവിതത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചത്. മക്കൾക്കാവട്ടെ അച്ഛനെ കരിവാരി തേക്കാനും ഡിഫെയിം ചെയ്യാനും അതുവഴി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന രീതിയിൽ മക്കൾക്ക് വലിയ വേദന ഉണ്ടാക്കിയെന്നും അവർ അതുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും പറയുന്നു. അവർ പറയുന്നത് അർദ്ധസത്യങ്ങളും ഭാവനയും കലർത്തി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് അതെന്നാണ്. അപ്പോൾ സിത്താരയും അശ്വതിയുമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ. സിത്താര പറയുന്നത് അമ്മയുടെ മരണാനന്തരം അമ്മയുടെ ഡയറിയും കത്തുകളും കാണാതെ പോയി എന്നും, അത് ഇപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ അടുത്ത് എത്തപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ജീവിതം അനാവശ്യമായി ചർച്ച ചെയ്യുന്നുമെന്നാണ് മക്കളുടെ ആരോപണം. ശരിക്ക് അപ്പോൾ അത് വലിയൊരു ചർച്ചയാണ്. ഇപ്പോൾ ചർച്ചയ്ക്കാണിത് വഴിവെച്ചിരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം പൊതുസമക്ഷം കാണിക്കുന്നത്, അല്ലെങ്കിൽ പൊതുസമക്ഷം ചർച്ച ചെയ്യുന്നതും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യത എല്ലാം തന്നെ അനന്തരാവകാശികളുടെ കൺസെൻ്റ് ഇല്ലാതെ, സമ്മതമില്ലാതെ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന രീതിയിലുള്ളൊരു ചർച്ച. അതിന് ധാർമ്മികമായും ലീഗലായിട്ടും ആസ്പെക്ട്സ് ഉണ്ട്. നിയമപരമായി പറയുകയാണെങ്കിൽ ഇത്തരം അൺപബ്ലിഷ്ഡ് വർക്ക്സ് ആണെങ്കിൽ തന്നെ അൺപബ്ലിഷ്ഡ്, അത് പ്രസിദ്ധീകരിക്കാത്ത ഒരു
കൃതിയാണെങ്കിൽ തന്നെ മരണാനന്തരം അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആ എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ അനന്തരാവകാശികളുടെ നിയമപരമായ അവകാശികളുടെ സമ്മതം വേണ്ടതാണ്. അവർ സമ്മതം കൊടുത്താൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ. അതിനുള്ള പൂർണ്ണ അവകാശം അവർക്കുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഡയറി എന്നുള്ളത് അവരുടെ സ്വകാര്യ സ്വത്താണ്. അത് പ്രസിദ്ധീകരിക്കാമോ എന്നുള്ളത് അവരുടെ അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളായിരുന്നു. ഇനി ഈ DD ദാമോദരനെ പ്രമീള ദേവി കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ കത്ത് എന്ന കടലാസിൻ്റെ മാത്രം ഓണർഷിപ്പ് പ്രമീള ദേവിക്കുള്ളൂ. അതിലെ കണ്ടന്റിൻ്റെ അവകാശം അവർക്കില്ല. അത് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമപരമായ അവകാശികളുടെ സമ്മതം വാങ്ങേണ്ടിയിരുന്നു. ഇതൊന്നും അറിയാൻ പാടില്ലാത്തതാണോ ഇവർ എഴുത്തുകാരെ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിന് പ്രസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെ പ്രസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പ്രസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ മക്കൾ അതിൻ്റെ വിൽപ്പന പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിയമപരമാക്കി നോട്ടീസ് അയച്ചു. മാതൃഭൂമിയാണ് അത് പബ്ലിഷ് ചെയ്ത്. മാതൃഭൂമിക്ക് നിയമപരമായ ഒരു ഒരു പോരാട്ടത്തിന് തയ്യാറല്ലാത്തതുകൊണ്ട് അവർ പിൻവലിക്കുന്നു എന്നോ പിൻവലിക്കാൻ ആലോചിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. എന്താണ് കൃത്യമായി എന്നുള്ളത്, കൃത്യമായി എന്ത് നിലപാടാണ് അവരെടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ ധാരണയില്ല. അപ്പോൾ അത് നിയമപരമായി തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് മാതൃഭൂമി അങ്കലാപ്പിലായിട്ടുള്ളത്. കാരണം അത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. മാത്രമല്ല മക്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നിയമപരമായ അവകാശികൾ പറയുന്നത് പോലെ അതിൽ ഡിഫമേഷൻ ഉണ്ട്. പിന്നെ സ്വകാര്യ രേഖകൾ അനുവാദമില്ലാതെ ഉപയോഗിച്ചു എന്നുള്ള ഒരു വകുപ്പ് വരുന്നുണ്ട്. അതൊക്കെ വലിയ അപ്പോൾ നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. വലിയ നിയമപ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതൃഭൂമിക്ക് അത് വലിയ ക്ഷതം സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മാതൃഭൂമി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം. വിൽപ്പന തുടരാൻ സന്ദേഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് ഏതൊരു പ്രശസ്തൻ്റെയും മരണാനന്തരം അദ്ദേഹത്തിൻ്റെ എക്സെൻട്രിസിറ്റീസും അല്ലെങ്കിൽ വൈയക്തിക ജീവിതവും ഒക്കെ തന്നെ ചർച്ചയാവാറുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് വലിയ പ്രതിഭകളുടെയൊക്കെ ജീവിതത്തിലെ അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത്. അവരുടെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും ഇൻഫച്വേഷൻസൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഓരോ ഘട്ടത്തിലും അവരെടുത്ത തീരുമാനങ്ങളും ഒക്കെ പൊതുസമക്ഷം ചർച്ചയ്ക്ക് വരുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാദാസ് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതം, പ്രൈവറ്റ് ലൈഫ് എത്ര കണ്ട് പബ്ലിക്കായി ചർച്ച ചെയ്യപ്പെട്ടു, എത്ര കണ്ട് അവർ കരിവാരി തേച്ചിട്ടുണ്ട്, എത്ര കണ്ട് അവർക്ക് കല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. മരണാനന്തരം അത് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ MTയുടെ മക്കളുടെ നിലപാട് വെച്ച് നോക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ മക്കൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ പാട്ടിന് വിട്ടേക്കുകയാണ്. അവരുടെ അമ്മ നല്ലൊരു സർഗപ്രതിഭയാണ്. മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ എന്നുള്ളത് അവരതിന് ലീസ്റ്റ് ബോധേഡാണ്. അതിൻ്റെ വഴിക്ക് നടന്നു പോകുന്നു. ഇവർ വന്ന് ഞങ്ങളുടെ അച്ഛനെ മോശമാക്കി ചിത്രീകരിച്ചു, അങ്ങനെ ചിത്രീകരിച്ചു. ഇവരൊക്കെ മക്കൾ ജനിക്കുന്നതിനേക്കാൾ മുന്നേയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു. പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്താണ് നിയമം. ഒരാൾ മരിച്ചതിന് 60 വർഷത്തിന് ശേഷം മാത്രമേ അവകാശികളുടെ സമ്മതമില്ലാതെ അവരുടെ അൺപബ്ലിഷ്ഡ് വർക്ക്സും അവരുടെ പ്രൈവറ്റായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള രേഖകളൊക്കെ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവകാശികളുടെ സമ്മതം ചോദിച്ചേ തീരൂ, സമ്മതം കൂടിയേ തീരൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് നിയമപരമായി അവരുടെ ഭാഗത്താണ് ന്യായം. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ. പക്ഷെ പിന്നെ ഈ സിത്താര പോലും ജനിക്കുന്നതിനേക്കാൾ മുന്നേയുള്ള ഒരു ബന്ധമാണ് DD ദാമോദരനുമായിട്ട് എന്ന് DD ദാമോദരൻ പറയുന്നു. അന്ന് പ്രമീള ദേവി മറ്റൊരു ആദ്യ ഭാര്യ അവരുമായി പങ്കിട്ട പല ദുഃഖങ്ങളും ആണ് അവർ അതിലൂടെ പങ്കുവെക്കുന്നത്. കേവലം ഒരു സ്ത്രീയുടെ ദുഃഖം അല്ലെങ്കിൽ MTയുടെ ഭാര്യയുടെ ദുഃഖമായിട്ടല്ല
ഇവർ ഈ ദീദി ദാമോദരൻ വെച്ചുമുക്കുട്ടിയൊക്കെ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സാണ്. ആ കാലഘട്ടത്തെ കുടുംബ വ്യവസ്ഥയും ആണാധികാര ഗർവും പുരുഷാധിപത്യവുമാണ് അവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതെന്നും ആണ് അവർ പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്, അത് ധാർമ്മികതയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ശരിയുമാണ് താനും. അങ്ങനെ ഒന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പല കാര്യങ്ങളും. കാരണം അകത്തളങ്ങിൽ വീർപ്പും മുട്ടി സ്വന്തം കരിയറും ജീവിതവും നശിപ്പിച്ച് കളഞ്ഞ് നിശബ്ദരായി ജീവിച്ച് മരിച്ചു പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്. സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന മഹാമേരുക്കളായ ഭർത്താക്കന്മാരുള്ളവർക്ക് അവരുടെയൊക്കെ ഒരു പിന്തുണ സമൂഹവും കൊടുക്കില്ല. അവരെ ആരും അറിയാനും പോകുന്നില്ല, അവരുടെ വിഷമങ്ങളൊന്നും അറിയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയും അടയാളപ്പെടുത്താനാവാതെ പോകുന്ന ഒരു സ്ത്രീ പ്രതിഭയെ അടയാളപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആ സുന്ദരമായ ദൗത്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വിസ്മൃതിയിലാകപ്പെട്ട അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് വിസ്മൃതിയിലാകപ്പെട്ട ഒരു ഗംഭീര എഴുത്തുകാരിയുടെ രചനകളും അവരുടെ ജീവിതവും പുറം ലോകത്തെ അറിയിക്കുക. ഇത് MTയുടെ തന്നെ പല പുസ്തകങ്ങളും വിവർത്തനം ഇംഗ്ലീഷിലേക്ക് ആംഗലേയ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഒരു സ്ത്രീ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ. അത്രയും പ്രതിഭയായ ഒരു സ്ത്രീ വിസ്മരിക്കപ്പെട്ടുകൂടാ, അവരെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ആ ഒരു മനോഹരമായ ദൗത്യമാണ് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ദീദിയും ലക്ഷ്മിക്കുട്ടിയും പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. അവരെ പ്രമീള നായരുടെ ജീവചരിത്രവും രചനകളും ജനങ്ങൾ അറിയപ്പെടുക തന്നെ വേണം. എന്തുകൊണ്ട് ഈ കാലഘട്ടം അത്രയും അത് തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് ആണധികാര ഗർവ് കൊണ്ട് തന്നെ ആണ്. MT എന്ന പെരുന്തച്ഛനെ ഭയന്നുകൊണ്ട് തന്നെ ആ കൃതികളൊക്കെ തന്നെ ആളുകൾ തടഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോഴേ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അരികുവൽക്കരിക്കപ്പെട്ടു, മാർജിനൈസ്ഡായി. അതുപോലെ തന്നെ മരണത്തിലും അവർ മാർജിനലൈസ്ഡ് ആവണ്ട, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഉത്തരവാദിത്വം അതാണ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ പുസ്തകം MT സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകം രചിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു നല്ല ശ്രമം തന്നെയാണ്. പക്ഷേ അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ലോ ഓഫ് ദ ലാൻഡ് മാനിക്കണം. അവർക്ക് അതിന് ചെയ്യുന്നതിനേക്ക് മുന്നേ ആയി തന്നെ അവരുടെ മക്കളോട് സമ്മതം വാങ്ങാമായിരുന്നു, സമ്മതം ചോദിക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ്. നമസ്കാരം.